മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ആശ്വാസം. സിബിഐ കേസിലും സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഇതോടെ കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സിബിഐയെ രൂക്ഷമായി വിമർശിച്ചു. ഇഡി കേസിൽ ജാമ്യം അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയുള്ള അറസ്റ്റ് അംഗീകരിക്കാനാകില്ല. സിബിഐ കൂട്ടിലടച്ച തത്തയാകരുതെന്നും കോടതി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതടക്കം കർശന ഉപാധികളോടെയാണ് ജാമ്യം. സത്യം വിജയിച്ചെന്ന് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. ശ്യാം ദേവരാജും നോബൽ മാരിക്കാരനും നൽകും കൂടുതൽ വിവരങ്ങൾ. ആദ്യം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, സുപ്രധാനമായ ഒരു നീക്കമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ജാമ്യം അനുവദിക്കുന്നതിനൊപ്പം തന്നെ സിബിഐയുടെ നേരെ പറഞ്ഞ കൂട്ടിലടച്ച തത്തയാകരുത്, കാര്യങ്ങൾ പരിശോധിച്ചാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അത് കേന്ദ്ര സർക്കാരിന് കൂടിയുള്ള വിമർശനമായി മാറുകയാണോ ശ്യാം ദേവരാജ്? സുജയ പാർവതി, അങ്ങനെ തന്നെയാണ്. അതിരൂക്ഷമായ ഭാഷയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുന്നത്. ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയനാണ് ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. സിബിഐ കൂട്ടിലടച്ച തത്തയാകരുത് എന്നാണ് വിമർശനം. മാത്രമല്ല, 22 മാസം അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തില്ല. ഇഡിയും സിബിഐയും കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 22 മാസങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇഡി അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇഡിയുടെ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് സിബിഐയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇതിനെതിരെ സുപ്രീം കോടതി രൂക്ഷമായ വിമർശനമുയർത്തുന്നു. സിബിഐയുടെ അറസ്റ്റ് ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയന്റെ വിമർശനം. മാത്രമല്ല, അറസ്റ്റിന്റെ ആവശ്യം ബോധ്യപ്പെടുത്താൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ല എന്ന മറ്റൊരു വലിയ വിമർശനവും കൂടി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിബിഐ നൽകിയത് ഒഴിഞ്ഞു മാറുന്ന മറുപടികളാണ് എന്നും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൻ അദ്ദേഹത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അറസ്റ്റിനെ നീതീകരിക്കാൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സുപ്രധാനമായ വിമർശനം, കടുത്ത വിമർശനം. ഇതിൽ ഭിന്നവിധിയാണ് രണ്ടുപേരും പറഞ്ഞത്. അറസ്റ്റ് നിയമപരമാണ് എന്ന് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൻ അറസ്റ്റ് നിയമപരമാണ് എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പറയുമ്പോൾ അറസ്റ്റ് നിയമപരമല്ല എന്നായിരുന്നു ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയന്റെ വിധി. അതിലാണ് അതിരൂക്ഷമായ മറ്റ് പരാമർശങ്ങൾ കൂടിയുള്ളത്. സിബിഐ കൂട്ടിലടച്ച തത്തയാകരുതെന്ന് സിബിഐക്കും കേന്ദ്ര സർക്കാരിനും അതിരൂക്ഷമായ വിമർശനം സുപ്രീം കോടതി നൽകുന്നു. മാത്രമല്ല, സിബിഐ കൂട്ടിലടച്ച തത്തയാണ് എന്നാണ് പൊതുധാരണ. ആ ധാരണ മാറ്റാനാണ് സിബിഐ ശ്രമിക്കേണ്ടത്. കൂട്ടിലടച്ച തത്തയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ സിബിഐക്ക് കഴിയണമായിരുന്നു എന്ന വലിയ വിമർശനം, വലിയ ഭാഷയിൽ, കടുത്ത ഭാഷയിലുള്ള വിമർശനവും കൂടി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സിബിഐ സംശയത്തിന് അതീതമാകണം എന്നൊരു വിമർശനം കൂടി പറയുന്നു. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാകണം എന്നുകൂടി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, സിബിഐയുടെ വാദങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു വാദങ്ങളും അംഗീകരിക്കാനാവില്ല എന്നാണ് ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൻ പറയുന്നത്. ജാമ്യം തേടി വിചാരണ കോടതിയെ സമീപിക്കാം എന്ന സിബിഐയുടെ നിലപാടുണ്ടായിരുന്നു. അതിനെയും അതിരൂക്ഷമായ ഭാഷയിൽ സുപ്രീം കോടതി വിമർശിക്കുന്നുണ്ട്. അങ്ങനെ പറയരുത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയൻ കഴിഞ്ഞ തവണ വാദത്തിനിടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ കേസിൽ ജാമ്യം നൽകിയാൽ അത് ഹൈക്കോടതിയെ അപമാനിക്കുന്നതാകും എന്നായിരുന്നു സിബിഐയുടെ അഭിഭാഷകന്റെ വാദം. പക്ഷേ അങ്ങനെ പറയരുത് എന്നായിരുന്നു അന്നും ആ നിമിഷവും സുപ്രീം കോടതി പറഞ്ഞത്. അറസ്റ്റ് നടപടികൾ ദ്രോഹിക്കാനാകരുതെന്ന രാഷ്ട്രീയമായ തിരിച്ചടിയാകുന്ന ഒരു വിധി കൂടി, അല്ലെങ്കിൽ വിമർശനം കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ പ്രവേശന വിലക്കിലും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയന് വിലക്കുണ്ട് എന്നാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നോബൽ മാരിക്കാരൻ കൂടി ചേരുന്നു ദില്ലിയിൽ നിന്ന്. നോബൽ, സിബിഐയെ കുടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്, ഉത്തരവുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഒരു വിജയം കൂടിയാണ്. സത്യം വിജയിച്ചു എന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഇന്ന് തന്നെ കെജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കുമോ? വിനീത, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉള്ളത്. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വൈകുന്നേരത്തോടെ തിഹാർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നേതാക്കൾ പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ആഘോഷങ്ങൾ ദില്ലിയുടെ പല ഭാഗങ്ങളിലും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന് വലിയ ഒരു സ്വീകരണം നൽകുക എന്നാണ് ആം ആദ്മി പാർട്ടി ഈ ഘട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയം ഏറെ പ്രധാനപ്പെട്ടതാണ്. 2 സംസ്ഥാനങ്ങൾ, അതായത് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 2 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെയും BJPയും അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും
മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഇത്രയധികം സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജയിൽ മോചിതനാകുന്നത് സ്വാഭാവികമായും ആം ആദ്മി ക്യാമ്പുകളിൽ വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. വരുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കെജ്രിവാൾ തന്നെയായിരിക്കും ആം ആദ്മി പ്രചാരണത്തിന് ചൂടുപിടിക്കുക അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലാണ് നേരത്തെ ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചത്. അന്ന് ആം ആദ്മി ഉണ്ടാക്കിയ ഒരു ആവേശം നമ്മൾ കണ്ടതാണ്. അതേ ആവേശം ഇത്തവണയും ഉണ്ടാക്കും എന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തത്. സത്യം വിജയിച്ചു എന്നായിരുന്നു ആം ആദ്മി പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. ഒപ്പം മനീഷ് സിസോദിയ അടക്കമുള്ള നേതാക്കളും ഇതിൽ വലിയ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലും ഇതിൽ പ്രതികരണം വന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ പലരെയായി പല ഘട്ടങ്ങളിൽ ജയിലിലടച്ചു. അവരെല്ലാം പുറത്തേക്ക് വരികയാണ്. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഭീതി പരത്തുന്നു എന്നാണ് പ്രമോദ് തിവാരി എം പി ഇക്കാര്യത്തിൽ ഒരു വിമർശനമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ മടങ്ങിവരവ് അത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം മറ്റു ചില വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പല ഇലക്ഷനുകളിലും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് BJP ഗുണം ചെയ്യും എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഹരിയാനയിൽ ആം ആദ്മി പാർട്ടി ശക്തി പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വോട്ടുകൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിമർശനം ചില കോണുകളിൽ നിന്ന് ഉയർന്നുണ്ട്. എന്താണെങ്കിലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആം ആദ്മി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാണ് ഉള്ളത്. അവർ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്ന് ഒരു വലിയ സ്വീകരണം നൽകാനുള്ള നീക്കം തന്നെയാണ് ഉള്ളത്. വൈകുന്നേരത്തോടെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി വരെ അദ്ദേഹത്തെ വലിയ ആഘോഷത്തോടെ എത്തിക്കാനുള്ള നീക്കമാണ് ഉള്ളത്. നാളെ അദ്ദേഹം ഒരുപക്ഷെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുകയും അതിനുശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ കാണുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെയും ജയിൽ മോചിതരായ ആം ആദ്മിയുടെ സകല നേതാക്കളും, പ്രത്യേകിച്ച് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് മുൻപ് തന്നെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അതോടൊപ്പം തന്നെ സഞ്ജയ് സിംഗ് MP, അതോടൊപ്പം BRS നേതാവ് K കവിത അടക്കമുള്ള പ്രമുഖരായ പല നേതാക്കളും അറസ്റ്റിലായിരുന്നു. ഇവർക്കെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ജാമ്യം ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. സ്വാഭാവികമായും ഈ കേസിന്റെ അല്ലെങ്കിൽ ഉയർത്തിയ ആരോപണങ്ങളുടെ മൂർച്ച കുറയുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോൾ ജനങ്ങളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാൾ രൂക്ഷ വിമർശനം BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. വിനിത.